വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ജോമാനെ ഹായ് പറയും. ഞങ്ങള് സൺഡേ ഡെയിലി വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പുത്തമ്പള്ളിക്ക് പോവാണേ. 7:30 കുർബാനയായി. 7:30 ഞങ്ങൾ വിയ്യൂരെ എത്തിയിട്ടുള്ളു. ചേട്ടന് പിന്നെ കുർബാന ഭയങ്കര സെറ്റായിട്ട് കറക്റ്റ് സമയത്ത് ഇറങ്ങത്തുള്ളു. വട്ടക്കല്ലേ നിൽക്കാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞിട്ട് ചേട്ടൻ ഇറങ്ങിയ സമയമാണ് 7:25. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വിയ്യൂര് വരെ എത്തിയിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഇവിടുന്ന് എത്ര മിനിറ്റത്തെ ഓട്ടം ഉണ്ടോ? 10-15 മിനിറ്റ് ഉണ്ട്. അപ്പം അച്ഛൻ അന്നാ പെസഹ കഴിഞ്ഞിട്ട് സർവാധിപനെ തുടങ്ങും. ചേട്ടൻ ഫ്ലൈറ്റ് ഓടിക്കുന്നവർക്കാണ് വണ്ടി ഓടിക്കുന്നത്. ഫുള്ള് റോഡ് മൊത്തം കുളമാണ് ഗൈസ്. നോക്കിക്കേ, നമ്മുടെ PWD ചേട്ടന്മാർ കാണിച്ചിരിക്കുന്ന പരിപാടി ഫുള്ള്. ചേട്ടന് വണ്ടി അത്രയ്ക്ക് വന്നതിന് ശേഷം ചേട്ടന് വണ്ടി അത്രയ്ക്ക് കൈ തെളിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ചേട്ടാ, ഞാൻ വണ്ടി ഓടിക്കണോ? എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? അങ്ങനെ ചേട്ടൻ എന്റെ ഡ്രൈവിങ്ങിന് അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലാത്തോണ്ടാണോ? ചേട്ടാ, ഞാൻ നന്നായിട്ട് ഓടിക്കൂടാ, നന്നായിട്ട് ഓടിക്കും. നിന്നൊക്കെ മാസങ്ങളുടെയും വർഷങ്ങളുടെയും കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് തൃശ്ശൂര് ഒരു ലഹരി വിരുദ്ധ, അതിന്റെ പേരെന്താ സംഭവം, ലഹരി വിരുദ്ധതയ്ക്കെതിരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രതിമയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഫുള്ളും എന്റെ വണ്ടിയുടെ അല്ലേ, വണ്ടിയുടെ സ്പെയർ പാർട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന. എത്ര ടൺ എന്ന് പറഞ്ഞ വീലിന്റെ വയറിങ് അങ്ങനെയുള്ള സാധനങ്ങളും വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നയാ. അത് ഇന്ന് ഞങ്ങൾ രാവിലെ ഒരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനകത്ത് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ലഹരി വിരുദ്ധതയ്ക്കുള്ള സംഭവം ഉണ്ടാക്കി വെക്കുമല്ലോ, ഇതിന്റെ പ്രതിമ, അതിനകത്ത് തന്നെ ഏറ്റവും വലുതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 40 അടിയോളം നീളവും പിന്നെ 3 ടണ്ണോ 4 ടണ്ണോ കൊണ്ട് വെയിറ്റ് വരുന്നുണ്ട്. കാരണം ഫുള്ളും മെറ്റാലിക് പാർട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടികളുടെ. അപ്പൊ അത് പോരുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് വീഡിയോയിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാം. ലഹരിക്കെതിരെ തൃശ്ശൂര് പോലീസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയേക്കുന്ന സംഭവമാണ്. ഭയങ്കര സക്സസ്സായിട്ട് വരുന്നത്. ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ മനസ്സിലായില്ല കേട്ടോ, എന്തുവാ സംഭവം ഇവർ ഉദ്ദേശിച്ചേക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പം മനസ്സിലായില്ലായിരുന്നു, എന്നതാ ഒന്നും മനസ്സിലായിരുന്നു. ഇപ്പൊ എന്നാ വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് ഇതാണ് സംഭവം എന്ന് മനസ്സിലായത്. പോലീസ് വണ്ടി നമ്മുടെ കാണാൻ പറ്റില്ല. പുത്തമ്പള്ളിയുടെ മുകൾ ഭാഗം നമ്മളിതാ പുത്തമ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വടക്കുന്നാഥനല്ലേ? ഉണ്ടോ വടക്കുന്നാഥൻ? അവിടെ നിങ്ങോട്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ നമ്മുടെ പുത്തമ്പള്ളി ഈ വഴി പോയി കഴിഞ്ഞാൽ ശക്തൻ അല്ലേ? ശക്തൻ തമ്പുരാന്റെ. ചേട്ടാ, നടുക്ക് നിന്ന് കൈകൂപ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയെ കിട്ടത്തുള്ളൂ ചേട്ടാ. മാറിപ്പോ ചേട്ടാ. ചേട്ടൻ പ്രാർത്ഥിച്ചതാ, പക്ഷെ വണ്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നടുക്കേറി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. അയ്യോ, ബസ്സുകൾ രാവിലെ ചെറപ്ര. ഇതല്ലേ ശക്തൻ തമ്പുരാൻ? ശക്തേട്ടൻ. ഇതാണ് നമ്മുടെ ശക്തൻ തമ്പുരാൻ. കണ്ടോ, നമ്മള് പുത്തമ്പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കണേ ഗായ്സ്. അങ്ങനെ നമ്മള് പുത്തമ്പള്ളി എത്തിയിരിക്കുകയാണ് ഗൈസ്. പുത്തമ്പള്ളിനെ പറ്റി നമ്മള് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാരും ചോദിച്ചു, തൃശ്ശൂര് നീ വന്നിട്ട് ബാക്കി എല്ലാ പള്ളികളെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്, പുത്തമ്പള്ളിയെ പറ്റി എന്താണ്? നമുക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുത്തമ്പള്ളിനെ പറ്റി. ഇതിന്റെ മച്ചാൻ വന്നത് ഇതിന്റെ ഇടയ്ക്ക് ഒരു മച്ചാൻ വന്ന ഗൈസ്, ചെറിയ മച്ചാൻ. അപ്പൊ നമ്മള് പുത്തമ്പള്ളിയിലെത്തി ഗൈസ്. കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഞങ്ങള് കുർബാന കഴിഞ്ഞിറങ്ങി. എല്ലാവരുടെയും മുഖത്ത് എന്താ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യെ പോണാ. ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ പോണം. അക്ഷയിലോട്ട് തിരിക്കാനായിട്ടുള്ള വഴിയില്ല. അപ്പൊ ഇവിടെ എന്തോ ഒരു ഹോട്ടലിന്റെ പേരെന്താ, എന്തോ പേരില്ലാത്ത ഹോട്ടലിലേക്ക് പോവാം. അവിടെ ചെന്ന് കാണിച്ചു തരാം. അവിടെ ഞാൻ ഒരു പ്രാവശ്യം കയറി കഴിച്ചായിരുന്നു. അവിടുത്തെ മസാല ദോശ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. തിരക്കാണെങ്കിൽ നമ്മൾ വീണ്ടും വണ്ടി തിരിച്ചിട്ട് അക്ഷയയിലേക്ക് പോകും. അക്ഷയയിലെ മസാല ദോശ ഓൾറെഡി ബെസ്റ്റാണ്. പക്ഷെ ഇന്ന് നമുക്ക് ഈ ഹോട്ടലിലെ മസാല ദോശ കഴിക്കാം. എന്ത് പറയുന്നു ചേട്ടൻ? അതല്ലടാ. നമ്മുടെ 2 പ്ലാനുകളും
അടപടലം ചീറ്റിപ്പോയി ഗൈസ്. മനാഡിയർ എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. അവിടെ പാർക്കിംഗ് ഇല്ല. ഇത് കണക്ക് തന്നെയാണ് അക്ഷയയിലും പേൻ പാർക്കിൽ കൊണ്ടിടണം. 2 ഹോട്ടലിലും പാർക്കിംഗ് ഇല്ല. പിന്നെ അത്യാവശ്യം പാർക്കിങ് ഫുള്ളുമാണ് പേൻ പാർക്കിൽ. അപ്പം നമ്മൾ നമ്മുടെ പ്ലാനിങ് മാറ്റിയിട്ട് നമ്മൾ എന്താ ചേട്ടാ ഉദ്ദേശിക്കുന്നത്? ചേട്ടാ കലിപ്പിലാണ് ഗൈസ്. കലിപ്പാണല്ലോ. നമ്മൾ ചായ കുടിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു. പാർക്കിംഗ് ഇല്ല, ഭയങ്കര പ്രശ്നമാണ്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ല. അത് കഴിഞ്ഞ് നമ്മൾ രാഗം തിയേറ്റർ, ജോസേട്ടൻസ് രാഗം തിയേറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന ചായക്കടയല്ല, ഒരു ഹോട്ടലാണ്. അവിടെ കയറിയിട്ട് നമ്മൾ പഴം നിറച്ചതും ചായയും ഉഴുന്നോടൊക്കെ കഴിച്ചു. ഉഴുന്നോട് ഭയങ്കര ചെറുതാണ്. ചായയും പഴം നിറച്ചതും സൂപ്പറായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തിന് മാത്രം വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ട് നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കേട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് മാത്രമാണ് ഈ ഭാഗത്തിന് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. പഴം നിറച്ചത് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞല്ലോ പഴം നിറച്ചത്, അതിനകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവം. അങ്ങനെ ഞങ്ങൾ 2 പഴം നിറച്ചത് ആദ്യം ഒരെണ്ണം മേടിച്ചു, പിന്നെ ഒരെണ്ണം കൂടി മേടിച്ചു അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോവായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ രാഗം തിയേറ്റർ, തൃശ്ശൂർ രാഗം തിയേറ്ററിൻ്റെ ഇതിൽ ആളാണ് ജോസേട്ടൻസ് ടൈപ്പിൽ. കണ്ടോ ജോസേട്ടൻ്റെ സിനിമ കമ്പനി. ഞാൻ വണ്ടി ഓടിക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ ധൈര്യമായിട്ടിരുന്നോളൂ, ഞാൻ സേഫായിട്ട് എത്തിക്കുന്നത്. ഇതിന്റെ സാധനം എവിടെയാടാ? ഇത് മുമ്പിലോട്ട് നിൽക്കുന്ന സാധനം എവിടെ? ഇച്ചിരി കൂടി മുമ്പിലോട്ട് പോകത്തില്ല ഇത്. എടി ഞാൻ പണ്ടത്തെ പോയി കഴിഞ്ഞിട്ട് പോയാൽ പോരെ. ഇത് ഇച്ചിരി കൂടി മുമ്പോട്ട് നീങ്ങത്തില്ല ജോ. ഇത് ഇവിടെ അതെ, ഇത് ഇപ്പൊ മമ്മി വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ ചെറിയൊരു പേടി, ഉൾഭയം. പക്ഷെ ഞാൻ ഭയങ്കര പോട്ടെ. അയ്യോ ഞാനെടുത്തു ഗൈസ്. സെക്കൻഡ് കണ്ടില്ലേ? അയ്യോ ആംബുലൻസ് അല്ലേ വരുന്നത്? ആംബുലൻസ് വരുന്നത്. അവർക്ക് പോണം, ഓട്ടമെല്ലാം കാണും. ഫ്രണ്ടിൽ കയറിട്ട് ബ്രേക്ക് പിടിക്കുന്ന. ഉച്ചക്ക് ഞങ്ങള് ഫുഡ് ലൈവ് വെച്ചു. എന്നിട്ട് ഞങ്ങള് ചായ കുടിക്കാൻ പോണ ഗൈസ്. എവിടെ ഇവിടെ കിടക്കാൻ പോകുന്നീ? ഇരിക്കുമുള്ളതും വാതിൽ ഇടുങ്ങിയത് വേണമെന്നോ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ. ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി പോകുന്ന വഴി കൂടി ഞങ്ങൾക്ക് 2 കൂട്ടർക്ക് നടക്കാൻ പറ്റത്തില്ല. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം. ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയായിരുന്നു. മന്തി കഴിക്കണമെന്ന് പിള്ളേർ പറഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെ കൊണ്ട് ഇറങ്ങിയാണ്. പക്ഷേ മന്തിയെല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ കിടന്നുറങ്ങിക്കളഞ്ഞു. ആ ഒരു വിഷമമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ഭയങ്കര സന്തോഷമായിരുന്നു. അത് അങ്ങനെ സന്തോഷകരമായി തന്ന ദൈവത്തിന് നന്ദി. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹെലൻ സൈനിങ് ഓഫ്. പിന്നെ കാണുന്നവർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വ്ലോഗിൽ വീണ്ടും കാണാവേ. അതുവരേക്കും ഇറ്റ്സ് മീ ഹെലൻ സൈനിങ് ഓഫ്. ബൈ.